ഗായ്സ്, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും എൻ്റെ പുതിയ ഡേ ഇൻ മൈ ലൈഫിലേക്ക് സ്വാഗതം. ഇതേ രാവിലെ എണീറ്റിട്ടുണ്ട്. എന്നിട്ട് ഇതേ നമ്മുടെ തനുക്കുട്ടി കുറച്ച് നേരമായതുള്ളൂ എണീറ്റിട്ട് അവളെ അതേ ടോയ്സൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിപ്പുണ്ട്. തലേന്ന് കിടന്ന അതേ ടോയ്സ് ആട്ടോ അവിടെ തന്നെ കിടപ്പുണ്ടായിരുന്നു, ഒന്നും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ശ്രീകുട്ടൻ ദേ വന്നിട്ട് എനിക്ക് വേസ്റ്റൊക്കെ സെപ്പറേറ്റ് ചെയ്ത് പുറത്ത് വെക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ ദേ ചായ ഇടാനായിട്ട് വെച്ചിട്ടുണ്ട്, ഉള്ളിയൊക്കെ തൊലിക്കുന്നുണ്ട്. രാവിലെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും മുട്ടക്കറിയാണ്. അപ്പൊ ഞാൻ തലേന്ന് തന്നെ അപ്പത്തിനൊക്കെ അരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിടയിൽ നമ്മുടെ പഞ്ചസാര തീർന്നു പോയി. അപ്പൊ അതെടുത്ത് ഞാൻ എല്ലാം ഫില്ല് ചെയ്യാണ്. ആ കാണുന്ന നീല ബക്കറ്റില്ലേ, അതിൻ്റെ അകത്ത് ശരിക്കും നമ്മുടെ വിൻഡോ ക്ലോത്ത്സും കാര്യങ്ങളൊക്കെ ഇരിക്കുകയായിരുന്നു കേട്ടോ വേറെ റൂമിൽ. അത് ഞാൻ എടുത്തിട്ട് നമ്മളിപ്പോൾ പുതിയ സാധനം മേടിക്കുന്ന മാവും കുറച്ച് കിച്ചൺ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അതിൻ്റെ അകത്തോട്ട് പ്ലേസ് ചെയ്യാൻ തുടങ്ങി. കാര്യം ഇവിടെ വെക്കാനൊന്നും സ്ഥലമില്ല കേട്ടോ, അതുകൊണ്ട് പിന്നെ അതങ്ങ് എടുത്തു. അങ്ങനെ ഇതേ ചായയൊക്കെ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ശ്രീ വരാനായിട്ട് ശ്രീ അവൾക്ക് ഡൈപ്പർ ചേഞ്ചിനായിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ശ്രീ വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. എന്നിട്ട് ഇതേ ഞാൻ ശ്രീക്ക് ഉച്ചത്തേക്ക് കൊണ്ടുപോകാനായിട്ട് ചപ്പാത്തി ആണ് പ്ലാൻ ചെയ്യുന്നത്. ചപ്പാത്തി അല്ല, പറാട്ടയാണ്. അതായത് ക്യാബേജും ക്യാരറ്റും ഉള്ള പറാട്ടയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനിടയ്ക്ക് ശ്രീ വന്ന് ചായ എടുത്തിട്ട് പോയി. തനിക്കുട്ടിക്കുള്ള പാല് ഞാൻ കുറച്ച് ആറ്റാനായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ഫാൻ്റെ അവിടെ കൊണ്ട് വെക്കുമ്പോഴത്തേനും അതങ്ങ് തണുത്തോളുമല്ലോ. അതുപോലെ ഉള്ളിയും നമ്മുടെ ടൊമാറ്റോയും കൂടെ ഞാൻ വഴറ്റിയിട്ട് എടുക്കാനുള്ള പരിപാടിയാണ്. അപ്പം നമ്മൾ കൂട്ടെല്ലാം കൂടെ അരച്ചിട്ടുണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാനുള്ള പരിപാടി. അപ്പം അത് തണുക്കാനായിട്ട് ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് ശ്രീൻ്റെ ആയിട്ട് സംസാരിക്കുകയാണ്, ഇന്നത്തെ പ്ലാൻ എന്തൊക്കെയാണ് എന്നൊക്കെ ഉള്ള രീതിയിൽ. അതിനിടയ്ക്ക് നമ്മുടെ തനിക്കുട്ടി വന്നു. തനിക്കുട്ടി വന്നിട്ട് അവൾക്ക് ഒരു ഗ്ലാസ് പാൽ കൊടുക്കും കേട്ടോ നമ്മൾ ചായ കൊടുക്കുന്ന സമയത്ത്. ഇപ്പം എന്തൊക്കെയൊക്കെയോ സംസാരിക്കുന്നതൊക്കെ കേട്ടോ, നമുക്ക് 2-3 കാര്യങ്ങളൊക്കെ മനസ്സിലാവും, പിന്നെ അങ്ങോട്ടൊന്നും മനസ്സിലാവില്ല കേട്ടോ. അവളുടെ ആ ഭാഷയിലാണ് എന്തൊക്കെയോ സംസാരിക്കണം, നല്ല രസമാണ്. ഇപ്പം ചിരിച്ച് സമയത്ത് വൻ കോമഡി അവള് പറയണതൊക്കെ കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയൊക്കെയോ പറയുന്നത് കേൾക്കാം. അതിൻ്റെ 2 കൊടുത്ത് പറഞ്ഞു വിട്ടു കേട്ടോ. പിന്നെ ഞാൻ അവിടെ ഇരുന്നില്ല, അതുകൊണ്ട് നേരെ കിച്ചണിൽ വന്ന് നമ്മൾ മസാലയൊക്കെ അരച്ച് കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. സാറ്റർഡേ സൺഡേ മാത്രമേ കുറച്ച് നേരം അവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ പറ്റാറുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ ധൃതിയാണ്. തനുക്കുട്ടിക്ക് 10 മണിയൊക്കെ ആകുമ്പോഴത്തേന് തനുക്കുട്ടിയെ കൊണ്ടാക്കും. ശ്രീ എൻ്റെ കൂടെ ഓഫീസിൽ പോകണമെങ്കിൽ അതിൻ്റെ കൂടെ ഇറങ്ങും കേട്ടോ. അപ്പം അടിപൊളി അപ്പമായിരുന്നു കേട്ടോ. എനിക്കറിയില്ല, നല്ല സൂപ്പർ അപ്പമായിരുന്നു. സാധാരണ നമ്മുടെ ഇവിടെയൊക്കെ ഗുരുഗ്രാമിൽ അപ്പം കിട്ടുവേ, സൗത്ത് ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ഒക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഇത്രയും ടേസ്റ്റ് ആയിട്ടുള്ള അപ്പവും ഒന്നും കിട്ടും. നമ്മുടെ അപ്പമൊക്കെ, നമ്മുടെ നല്ല അപ്പമൊക്കെ ചുമ്മാ നമുക്ക് വെറുതെ ഒരു അപ്പം ഇങ്ങനെ ചുമ്മാ കറിയില്ലാണ്ട് കഴിക്കാൻ പോലും നല്ല ടേസ്റ്റാണ്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റും, നമുക്ക് അങ്ങനെ ചുമ്മാ വെറുതെ കഴിക്കാനൊന്നും പറ്റൂല, അത്രയും മോശമാണ്. അങ്ങനെയാണ്. അപ്പോൾ അതേ തനുകുട്ടിക്ക് ഒരു പുഴുങ്ങിയ മുട്ടയും പിന്നെ ഒരു അപ്പവും പിന്നെ കുറച്ച് കറിയും കൂടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. കറിയിൽ ഇങ്ങനെ മുക്കി കഴിക്കുന്നുണ്ട് കേട്ടോ. പുഴുങ്ങിയ മുട്ട കഴിച്ചില്ല, 2 പീസും കൊണ്ട് കഴിച്ചിട്ട് ബാക്കിയൊക്കെ വേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു തനിക്കുട്ടി ഇങ്ങനെ സ്വന്തമായിട്ട് ഭക്ഷണം കഴിക്കുന്നത്. അതായത് തനുവിൻ്റെ ഫ്രണ്ട്സിൻ്റെ അമ്മമാരും ചോദിക്കാറുണ്ട്, ഫ്രണ്ട്സിൻ്റെ അമ്മമാരും ചോദിക്കാറുണ്ട്. തനുക്കുട്ടീനെ ഞാൻ ഇവിടെ വന്ന ശേഷം കേട്ടോ ഞാൻ സ്വന്തമായിട്ട് കഴിപ്പിക്കുക. അതായത് ഞാൻ ഇവിടെ വിന്റർ ടൈം ആവുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പേ ഞാൻ കുറച്ചിങ്ങനെ പിച്ചിട്ട് കൊടുക്കുമ്പോൾ, ചപ്പാത്തിയൊക്കെ ഇങ്ങനെ പിച്ചിട്ട് കൊടുക്കുമ്പോൾ അവള് കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിന്റർ ഒക്കെ ആകുമ്പോൾ ഇവിടെ പറാട്ടയുടെ കളികളാണ്. അതായത് ഇവിടെ റൈസ് കമ്മിയാണ്, അപ്പോൾ എല്ലാവരും പറാട്ടയാണ് കൂടുതലും കഴിക്കണം. മെത്തി പറാട്ട, ആലു പറാട്ട, ഇങ്ങനെ പല പല പറാട്ടകൾ അവരുണ്ടാക്കി കഴിക്കും. അപ്പോൾ പിന്നെ വേറൊരു ബത്തുവ എന്ന് പറഞ്ഞിട്ട് ഒരു ലീഫ് കിട്ടും, അത് വെച്ചിട്ട് പറാട്ട ഉണ്ടാക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പറാട്ട ഉണ്ടാക്കുമ്പോൾ അവർ പിച്ചി കൊടുക്കുമ്പോൾ അവള് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ശീലിപ്പിച്ച കേട്ടോ. അങ്ങനെ കൊടുത്ത് അവള് സ്വന്തമായിട്ട് കഴിക്കാനാണ് അവൾക്ക് ഇഷ്ടം. ഒരു 8 മാസമൊക്കെ ആയപ്പോൾ തൊട്ട് അവള് 8 മാസമൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ അവള് സ്വന്തമായിട്ട് ഭക്ഷണം കഴിച്ചു തുടങ്ങി കേട്ടോ. അങ്ങനെ അവള് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇപ്പൊ പോലും അവള് ഡേ കെയർ പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ ചോറ് വല്ലപ്പോഴും ഒക്കെ ഞാൻ ചോറ് ഇങ്ങനെ വാരി കൊടുക്കാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ അവൾക്ക് ഇങ്ങനെ അവളുടെ പ്ലേറ്റിൽ കറിയും ഒക്കെ വെച്ച് കൊടുക്കും. അവള് സ്വന്തമായിട്ട് കഴിച്ചോളും കേട്ടോ. ഒരുവിധം കുറേയൊക്കെ താഴെ പോകും, കുറേയൊക്കെ അവള് കഴിക്കും, ഞാനും കൂടെ ഇരിക്കും, അത്ര അങ്ങനെ ഉള്ളൂ. പിന്നെ ഒട്ടും കഴിക്കില്ല എന്നുള്ളൊരു വെച്ച് കളിക്കാനാണ് പരിപാടിയെങ്കിൽ മാത്രമേ ഞാൻ അങ്ങനെ ഫീഡ് ചെയ്യിപ്പിക്കാറുള്ളൂ കേട്ടോ. അങ്ങനെയാണ് ചെയ്യും. പിന്നെ കളിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ എന്തെങ്കിലും സ്നാക്കും കൊണ്ട് പോകാറുണ്ട്, അന്നേരം കഴിപ്പിക്കാനായിട്ട്. അങ്ങനെയൊക്കെയാണ്. അതുപോലെ ഇങ്ങനെ ഡേ കെയറിലുള്ള ടീച്ചേഴ്സും പറയാറുണ്ട് കേട്ടോ, തനുവിൻ്റെ ഏറ്റവും വലിയ ഗുഡ് ക്വാളിറ്റി അവൾ സ്വന്തമായിട്ട് ഫുഡ്, അതാണ് അവർക്ക് വേണ്ടതെന്നാണ് അവർ പറഞ്ഞത്, സ്വന്തമായിട്ട് ഫുഡ് കുട്ടികൾ കഴിക്കണം എന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമായി, നന്നായി ഇങ്ങനെ അവളെ സ്വന്തമായിട്ട് കഴിപ്പിക്കാൻ ട്രെയിൻ ചെയ്യിപ്പിച്ചത് വളരെ നന്നായി എന്ന് എനിക്ക് അന്നേരം തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ.
അത് കഴിഞ്ഞിട്ട് ഇതേ വന്നിട്ട് ഞാൻ തനുക്കുട്ടീനെ പോകാൻ സമയം ബെഡ്ഷീറ്റൊന്നും വിരിച്ചിട്ടില്ല. സാധാരണ ഇവരൊക്കെ പോയ ശേഷമാണ് എൻ്റെ ഈ പരിപാടികളൊക്കെ. പക്ഷെ ആ ബെഡ് കിടക്കണ കോലം കണ്ടപ്പോഴത്തേന് അന്നേരം തന്നെ ചെയ്തു വെക്കാൻ തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പം ഇരുന്ന് ചെയ്യുന്നത്. ഇപ്പൊ ഫുൾ ടൈം ഷിറ്റുവിന്റെ പിറകെയാണ്. ഷിറ്റു അതിന്റെ ഇടയിൽ കിടപ്പുണ്ടായിരുന്നു. ഷിറ്റു അതിന്റെ കൂടെ കറങ്ങി വന്നിട്ടിട്ട് ഇപ്പൊ ഞാൻ അവന്റെ പിറകെ ഓടും. ഇത് തന്നെയാണ് ഇപ്പൊ ഉള്ള പരിപാടി. അതിന്റെ ഇടയിൽ കൂടെ കയറുന്ന ഭയങ്കര റിസ്ക് ആട്ടോ. അങ്ങനെ തനിക്കുട്ടി അതിന്റെ ഇടയിൽ ഷിറ്റു പോകുന്ന പോലെ അവളും അതിന്റെ ഇടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായിട്ട് ഇരിപ്പുണ്ട്. എന്നിട്ട് അമ്മ 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 എന്നുള്ള വിളിപ്പുണ്ടായിരുന്നു. ഇതൊക്കെ തന്നെയാണ് തനുക്കുട്ടിയുടെ പരിപാടി. എൻ്റെ അമ്മ ഒന്നും പറയണ്ട. ഷിട്ടുവും തനുവും ഇപ്പോൾ രാവിലെ ഉറക്കം എണീറ്റ് കഴിഞ്ഞാൽ ഇപ്പൊ ചോദിക്കണ ആരാന്നറിയാം, ഷിറ്റുവിനെയാണ്. ഷിറ്റു എന്നുള്ള രീതിയിലൊരു വിളിയുണ്ട്, അങ്ങനെ വിളിക്കും. ഇനി അടുത്തത് അവളെ ഡ്രസ്സ് ഇടിക്കാനുള്ള പരിപാടി. എൻ്റെ അമ്മോ ഒരു രക്ഷയില്ല. ഡ്രസ്സ് മരുന്ന് കൊടുക്കല്, അതായത് നമുക്ക് വൈറ്റമിൻ ഡിയും അയണും ഒക്കെ കൊടുക്കണമല്ലോ. അപ്പോൾ അത് രണ്ടും കൊടുക്കാനായിട്ട് എൻ്റെ അമ്മയെ കിടന്നു തരത്തേയില്ല, വലിയ പാടാണ്. പല പല പരിപാടികളൊക്കെ കാണിച്ചിട്ടാണ് പിന്നെ കൊടുക്കുക. നല്ല രസമാണ് ഓരോന്ന് കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ദേ ഹൈ ചെയറിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് തൊഴുതുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ വിളക്കെത്തിക്കുന്ന സമയം അവളെ താഴെ നിർത്തിയാൽ നമ്മളെ താഴെ കേട്ടോ നമ്മൾ വിളക്കെത്തിരിക്കുന്ന ഐറ്റംസ് ഒക്കെ തച്ചിരിക്കുന്നത്, അതൊക്കെ എടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ കൂടെ കൈയിട്ടിട്ട് എല്ലാ സാധനങ്ങളും വാരി വലിച്ച് പുറത്തേക്ക് ഇടും കേട്ടോ. ഇതാണ് പരിപാടി. അതുകൊണ്ട് ഹൈ ചെയറിൽ പിടിച്ചിരുത്തും. അപ്പം മിണ്ടാണ്ട് അവിടെ ഇരുന്നോളൂ. എന്നിട്ട് ദേ ശ്രീയുടെ ചെന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട് അവൾക്ക് തൊഴാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനും റെഡിയായി പോകുന്നുണ്ട് കേട്ടോ. പോകുന്ന എവിടെ വെച്ചാൽ ഹോസ്പിറ്റലിൽ പോകണം. അതായത് കതുവേദന പോലെ ഇടയ്ക്ക് ഇങ്ങനെ വന്നിട്ട് അങ്ങ് പോവും. അപ്പോൾ എനിക്ക് ശരിക്കും കതുവേദന എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് കേട്ടോ. അപ്പോൾ എന്തായാലും വെച്ചുകൊണ്ടിരിക്കേണ്ട എന്ന് വിചാരിച്ചു. കാരണം സിവിയർ ആവുന്നതിന് മുമ്പ് അതുകൊണ്ട് കാണിച്ചേക്കാൻ വിചാരിച്ചു. ഇപ്പോൾ തനിക്കുട്ടി കൊണ്ട് ഡേ കെയറിലാക്കിയിട്ട് പോകാൻ വിചാരിച്ചു കേട്ടോ. ഇപ്പോൾ നമ്മളെ തനിക്കുട്ടി കാർ സീറ്റിലൊക്കെ കുറേ നേരം മിണ്ടാണ്ടൊക്കെ ഇരുന്നോളും കേട്ടോ. വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിത് ശരിക്കും ഇത് ശ്രീൻ്റെ ചേച്ചി നമുക്ക് മുമ്പേ നിന്ന് അയച്ചു കേട്ടോ. കാരണം ഋഷിക്കുട്ട ഇരിക്കണില്ല, ഋഷിച്ച ചേച്ചിയുടെ മോൻ ഇരിക്കണില്ല. അപ്പോൾ പിന്നെ ഇവൾക്കൊന്ന് ഉപയോഗിച്ച് നോക്കാന്ന് വിചാരിച്ചിട്ട് അവിടെ നിന്ന് ചേച്ചി അയച്ചൊക്കെ തന്ന കേട്ടോ. അവൾക്ക് യൂസ്ഫുള്ളും ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ട്. സിഗ്നേച്ചർ എന്നാണ് ഹോസ്പിറ്റലിന്റെ പേര്. നമ്മുടെ ഫ്ലാറ്റിന്റെ തൊട്ട് അടുത്ത് തന്നെ കേട്ടോ, വലിയ ദൂരമൊന്നുമില്ല. ഹോസ്പിറ്റലിനെ പറ്റി പറയാനായിട്ട് ആ റിസപ്ഷനിൽ ഇരിക്കുന്ന ആ പെൺകൊച്ചിന്റെ ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ കണ്ടുകഴിഞ്ഞുണ്ടല്ലോ, എൻ്റെ ദൈവമേ ഒന്നും പറയണ്ട. ഇവിടുത്തെ ഹോസ്പിറ്റലിന്റെ കാര്യമൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഹോസ്പിറ്റലും സർവീസ് ആണെങ്കിലും എല്ലാം അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. എന്നിട്ട് ഇതേ ഹോസ്പിറ്റലിൽ കാണിച്ചൊക്കെ ഇറങ്ങി 2-3 മെഡിസിനൊക്കെ തന്നിട്ടുണ്ട്. എന്നിട്ട് നേരെ വീട്ടിലേക്ക് വന്നു കേട്ടോ. ഞാൻ ശ്രീയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ശ്രീക്ക് വെള്ളമൊക്കെ കൂടെ നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ചിട്ട് പോകാൻ വേണ്ടി വന്നു. ഒരു ലഞ്ച് ബോക്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു ആമസോൺ, അത് വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് ഡിമാർട്ടിൽ നിന്ന് മേടിച്ചില്ലേ, അത് ശരിക്കും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. ഞാൻ അന്നേ പറഞ്ഞില്ല അതിൻ്റെ ക്വാളിറ്റി ശരിയല്ല എന്ന്. പക്ഷെ ഇപ്പം വന്ന ഐറ്റം ഉണ്ടല്ലോ, ശരിക്കും ശ്രീ ഓഫീസിൽ കഴിക്കാൻ വേണ്ടി പോകും പോലെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം അത്രയും വലുതായി പോയി. അതുകൊണ്ട് അത് ശ്രീക്ക് നാണക്കേടാ, കൊണ്ടുപോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്, അത് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ശരിക്കും ഭയങ്കര വലുതാണ് കേട്ടോ. നമുക്കൊരു ഫാമിലിക്കൊക്കെ എവിടെയെങ്കിലും പോകുമ്പോൾ മാത്രമേ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അത് റിട്ടേൺ അടിച്ചു. എന്നിട്ട് ഇതേ ശ്രീ എന്നെ പുറത്തുള്ള നമ്മുടെ പാർലറിൽ കൊണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പോയി എൻ്റെ അപ്പർ ലിപ്പും സൈഡിലെ ഫേഷ്യൽ ഹെയർ ഒക്കെ എടുത്തിട്ട് ഇതേ തിരിച്ച് നടന്ന് വീട്ടിലേക്ക് വന്നു. എന്നിട്ട് ഇതേ വെള്ളമൊക്കെ കുടിച്ച് ഇനി ലഞ്ച് കഴിക്കാനായിട്ട് പോവാണ്. ഇനി ലഞ്ചൊക്കെ കഴിച്ചിട്ട് തനുക്കുട്ടീനെ ഇനി വിളിക്കാൻ വേണ്ടി പോകണം. എനിക്കാണെങ്കിൽ എന്താണെന്ന് അറിഞ്ഞുകൂടാ. വന്നിട്ട് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വന്നില്ലേ, അന്നേരം വന്നിട്ട് തന്നെ ഞാൻ മരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നേ. എന്തെങ്കിലും കഴിച്ചിട്ട് മരുന്ന് കഴിക്കണം. പക്ഷെ എന്തെങ്കിലും കഴിച്ചാൽ ഒരു കേക്ക് എന്തോ എടുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കേക്ക് കഴിച്ചിട്ട് ബട്ടർ കേക്ക് എന്തോ ഇരിപ്പുണ്ടായിരുന്നു, അത് കഴിച്ചായിരുന്നു. വേറെ ഒന്നും ഇരിപ്പില്ലായിരുന്നില്ല. കഴിച്ചിട്ട് ഞാൻ മരുന്ന് കഴിച്ചിട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം ഭയങ്കര തലകറക്കവും ഭയങ്കര ക്ഷീണമൊക്കെ ആയിരുന്നു എനിക്ക്. പിന്നെ കുറച്ചു നേരം കിടന്നിട്ട് തന്നെ വിളിക്കാൻ പോകാമെന്ന് വിചാരിച്ചു. ഹലോ. അയ്യോ എനിക്ക് ഭയങ്കര ചൂടായിരുന്നു. വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. വയ്യ, എന്താണോ എന്തോ ഭയങ്കര ഒരു വയറിനൊരു അസ്വസ്ഥത. നമ്മൾ ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ. എനിക്ക് ചെറിയൊരു ചെവി വേദന ഇടയ്ക്കായിട്ടുണ്ട്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എനിക്കൊന്ന് ഫുൾ ടൈം രാത്രി ഇങ്ങനെ AC ഇട്ടുകൊണ്ട് കിടക്കുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു, അറിയില്ല. പുള്ളിക്കാരൻ പറഞ്ഞു, ഡോക്ടർ പറഞ്ഞു
ചെവിയിൽ ഇൻഫെക്ഷൻ ഒന്നും കാണുന്നില്ല, പക്ഷെ ബോണിൽ എന്താണ് തോന്നുന്നത്, ബോണിലെന്തോ ഉണ്ടെന്നൊക്കെയാ പറയണേ, എനിക്കറിഞ്ഞൂടാ. നോക്കാൻ പറഞ്ഞു. 4-5 ദിവസം എന്താ നമുക്ക് മെഡിസിൻ കഴിച്ചു വെക്കാം. കുറഞ്ഞിട്ടില്ല, പിന്നെയും ഇടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ അൾട്രാസൗണ്ട് എടുക്കാം എന്ന് പറഞ്ഞ് സ്കാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ പോകുന്നു. ഈ ഒരു ഭയങ്കര ചൂട്. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ടാണ് നമ്മുടെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിലെ പാരലല്ലേ, അവിടെ എനിക്ക് ആക്കി തന്നു കേട്ടോ. അപ്പൊ ഞാൻ കുട എടുത്തിട്ടില്ലായിരുന്നു. കുട എടുത്ത് ശ്രീക്ക് വെള്ളവും കുടിക്കണമായിരുന്നു. വെള്ളവും കുടിച്ച് എന്നെ ഫ്രണ്ടിലാക്കി തന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പോയി ത്രെഡ് ചെയ്തു. ഇവിടെയൊക്കെ ത്രെഡ് ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ അങ്ങ് ത്രെഡ് ചെയ്തു. എല്ലാം കഴിഞ്ഞ് പിന്നെ അവിടെ നിന്ന് നടന്നു വന്നു. ഭയങ്കര ചൂടാ. ചൂടെന്ന് വെച്ചാൽ ഇങ്ങനെ ചൂട് കാറ്റ് നമ്മളെ മുഖത്തേക്ക്. അവിടെ AC ഇട്ടിട്ടുണ്ടായിരുന്നു. അവിടുന്ന് AC നിന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് അതിന്റെ ഡിഫറൻസ് എന്താന്നുള്ള മനസ്സിലായി. ഭയങ്കര ചൂട് കാറ്റ് ഇങ്ങനെ മുഖത്തടിക്കുമ്പോഴേ നമുക്ക് എന്തോ പോലെ ഭയങ്കര ക്ഷീണം. എനിക്കാ വന്നാൽ ഭയങ്കര ക്ഷീണം. ഇനി മെഡിസിൻ കഴിച്ചോണ്ടാണോ എന്നല്ല, 3 മെഡിസിൻ ഒരുമിച്ചാണ് കഴിച്ചത്. പുള്ളിക്കാരൻ തന്നെ ഭക്ഷണം കഴിച്ചിട്ടേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അങ്ങനെ കഴിച്ചതാണ്. പക്ഷെ എന്തോ ഭയങ്കര ക്ഷീണം എനിക്ക്. എന്നിട്ട് ഫുഡും കഴിച്ചു, പക്ഷെ ഭയങ്കര ക്ഷീണം. ഇന്നാണെങ്കിൽ ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്നും പറഞ്ഞിരിപ്പുണ്ടായിരുന്നു. കാരണം ഇങ്ങനെ ഇവിടെയൊക്കെ പോകണം എന്നുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഹോസ്പിറ്റലൊക്കെ കാണിച്ചു തരാമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ എനിക്ക് ആകെ ഒരു വല്ലായ്മ എന്താണെന്നോ. ഇനി ഇപ്പം സമയം 2:35 തനുവിനെ വിളിക്കാൻ പോകണം. ഇന്ന് തനുവിനെ കൊണ്ടാക്കിയത് 10:45 അങ്ങനെ കണ്ടു. അപ്പം 2:45 വിളിക്കാൻ പോകേണ്ടത്. പക്ഷെ 2:35 കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നടക്കാനുണ്ട്. എനിക്ക് വയ്യ. എനിക്ക് പുറത്ത് നോക്കുമ്പോൾ തന്നെ പേടിയാവുന്നു, അത്രയും വെയിൽ. അമ്മോ, എന്തായാലും പോയി വിളിച്ചിട്ട് വരാം. എനിക്ക് കിടക്കാം. തനു വന്നു കഴിഞ്ഞാൽ പിന്നെ കിടപ്പൊന്നും നടക്കത്തില്ല. ഉറങ്ങിയാൽ കൊള്ളാമെന്ന് തോന്നുന്നു, പക്ഷെ ഉറങ്ങാനും പറ്റത്തില്ല, വയ്യ. ഓക്കെ, അപ്പം നമുക്ക് ഇനി പോയി ചോറ്. ഞാൻ ചോറൊക്കെ കഴിച്ചു. ഇന്നലത്തെ ചോറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നൊന്നും ഉണ്ടാക്കാൻ പോയില്ല. ഇന്നൊന്നും ഉണ്ടാക്കാൻ പറ്റും, പക്ഷെ ഹോസ്പിറ്റലിൽ പോയി സമയം വെറുതെ കളഞ്ഞു. എനിക്കാണെങ്കിൽ കുറേ എഡിറ്റിങ്ങും കുറച്ച് വോയിസ് ഓവറൊക്കെ. ഞാൻ ഇപ്പം വന്ന് ഭക്ഷണം കഴിച്ച് ഇവിടെ വന്ന് കുറച്ച് നേരം കിടന്നു. ഫോണിൽ ചാർജ് ഉണ്ടായിരുന്നില്ല കേട്ടോ. അന്നേരം ഞാൻ ചാർജിലിട്ടിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട്, ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഞാൻ 2 ഷോർട്സിന് വോയിസ് ഓവർ കൊടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. എന്നിട്ട് ഇപ്പം സമയമായിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് മുമ്പ് തനുക്കുട്ടി എന്താ ചെയ്യണേന്ന് നോക്കട്ടെ. ഉറങ്ങുവാണെങ്കിൽ പിന്നെ പോയിട്ട് കാര്യമില്ല. നോക്കിയിട്ട് നമുക്ക് പോവാം. ഓക്കെ. അങ്ങനെ നമ്മുടെ തനിക്കുട്ടിയെ വിളിക്കാനായിട്ട് നട്ടുച്ചയ്ക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എൻ്റെ അമ്മേ, ഭയങ്കര ചൂടായിരുന്നു. ചൂട് കാറ്റൊക്കെ ഇങ്ങനെ മുഖത്തേക്ക് ഇങ്ങനെ ആഞ്ഞടിക്കുക കേട്ടോ. രക്ഷയില്ല. എന്നിട്ട് കൂട്ടിക്കൊണ്ടൊക്കെ പോന്നിട്ട് അവൾക്ക് ഞാൻ ചോറ് കൊടുത്തില്ല. അവൾക്ക് ഞാൻ പറാട്ടയും യോഗട്ടും കൂടെ കൊടുത്തു കേട്ടോ. അവളത് കഴിച്ചിട്ടുണ്ടായിരുന്നു. കഴിച്ച് ഞാൻ കുടിപ്പിച്ച് ഉടൻ തന്നെ അവളങ്ങ് ഉറങ്ങി. അപ്പോൾ നമ്മൾ തലക്കുട്ടീനെ വിളിച്ചിട്ട് വന്ന് അവൾക്ക് ഞാൻ ഭക്ഷണം കൊടുത്ത്, റൊട്ടിയാണ് കൊടുത്തത്. റൊട്ടിയും യോഗട്ടും കൂടെ ചേർത്ത് കൊടുത്തായിരുന്നു. അവൾ കഴിച്ചു. എന്നിട്ട് ദേഹത്ത് മൊത്തം യോഗട്ടൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കുളിപ്പിച്ച് കൊണ്ട് കിടത്തി എനിക്ക് കരയാൻ കുറച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പം കരയെന്ന് വെച്ചാൽ ഉറക്കം വന്ന് തുടങ്ങിയിട്ടുണ്ടെന്നാണ്. അന്നേരം ഞാൻ ഡൈപ്പർ ഇട്ട് കൊടുത്ത ശേഷം അവളുടെ ടവലിൽ തന്നെ പൊതിഞ്ഞിട്ട് ഇങ്ങനെ അവൾ സൈഡിലോട്ട് ചരിഞ്ഞ് കിടക്കായിരുന്നു. അപ്പോൾ ഞാൻ തട്ടിയപ്പോൾ തന്നെ ആൾ ഉറങ്ങി കേട്ടോ. കാണിച്ചു തരാം. അങ്ങനെ തനിക്കുട്ടി ഉറങ്ങി. ഇനി തുണികൾ വിരിച്ചിടാനുണ്ട്, അലക്കിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിനി വിരിച്ചിടാനുണ്ട്. വയ്യ, ഞാൻ വെയിലത്ത് പോയി ഞാൻ നിൽക്കണം. അതാണ്. നോക്കട്ടെ. പിന്നെന്താ, പിന്നെ എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അവൾ ഉറങ്ങുമ്പോഴേ വീഡിയോ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവളെ എണീക്കുമ്പോൾ എനിക്ക് തുണികളൊക്കെ വിരിച്ചിടാൻ പറ്റും, കുഴപ്പമില്ല. പക്ഷേ വീഡിയോ എഡിറ്റിംഗ്, വോയിസ് ഓവർ, ഇതൊക്കെ എനിക്ക് അവൾ ഉറങ്ങുമ്പോൾ മാത്രമേ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ അപ്പോൾ എനിക്ക് കുറച്ച് നേരം കിടക്കണമെന്ന് ഞാൻ പറഞ്ഞാൽ നല്ല ടയേർഡായിരുന്നു. ഇപ്പം ഞാൻ ഒരു ഇത് നോക്കിയിട്ടുണ്ട്. എനിക്ക് വയറൊന്നും വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ നേരത്തെ എന്ത് പറ്റിയാണല്ലോ.
ഓക്കെ, അപ്പം ഞാൻ ഇനി ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? ഇപ്പോൾ സമയം 3:30 കഴിഞ്ഞു കേട്ടോ. 3:40 3:40 എന്നിട്ട് ഇനി ഞങ്ങൾ ഉറങ്ങി എണീറ്റിക്കട്ടെ. അന്നേരം അതുവരെ ഞാൻ എഡിറ്റിംഗ് തന്നെയായിരിക്കും. ഞാൻ എന്തെങ്കിലും വേറെ ചെയ്യാൻ പോകുന്നുണ്ട്, ഇവിടുന്ന് എണീറ്റ് ഞാൻ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം ഇത് എഡിറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മുടെ മെയ്ഡ് വന്നിട്ടുണ്ടായിരുന്നേ. അന്നേരം അവർ പാത്രം കഴുകുമായിരുന്നു. അന്നേരം ഞാൻ വന്നിട്ട് തുണിയൊക്കെ വിരിച്ചിടാന്ന് വിചാരിച്ചു. ഞാൻ ഇടയ്ക്ക് ഇച്ചിരി ഐസ്ക്രീം ഉണ്ടാക്കിയിട്ടുണ്ട്, മാംഗോ ഐസ്ക്രീം. അത് ലാസ്റ്റ് ഒന്നുകൂടെ ഉണ്ടായിരുന്നു, അത് ഞാനങ്ങ് കഴിച്ച് തീർത്തു. ഒന്ന് ഷിറ്റുവിനും കൊടുത്തു, ഒന്ന് ഞാനും കഴിച്ച് തീർന്നു കേട്ടോ. ഷിറ്റുവൊക്കെ ഇങ്ങനെ കിടന്ന് കിതയ്ക്കുന്നുണ്ടോ, ഭയങ്കര ചൂടെടുത്തിട്ടാ. അങ്ങനെ നമ്മുടെ ധനുക്കുട്ടി 6 മണി വരെ കിടന്ന് ഉറങ്ങിയോ? 6 മണി വരെ കിടന്ന് ഉറങ്ങിയോ? ഇനി നമുക്ക് സ്വിമ്മിങ്ങിന് പോണേ. അയ്യോ ഷിറ്റു ആ റൂമിൽ ലോക്കായി പോയി. ഷിറ്റു ഷിറ്റു ലോക്കായി പോയി. ചിറ്റു ലോക്കായി പോയോ? ചിറ്റു എവിടെ? ചിറ്റുന്നെങ്ങനെ വിളിക്കുന്നമ്മ? ചിറ്റൂന്ന് വിളിക്കും. ഉമ്മ ഒഴിക്കാൻ സമ്മതിക്കാറുണ്ട്. ഇണ്ടോ മാമ വേണം, ചോറും മമ്മ വേണം, വേണം. എന്നിട്ട് നമ്മുടെ കൊഞ്ചൽ പരിപാടിയൊക്കെ കഴിഞ്ഞ ശേഷം അവിടെ വന്ന് കിച്ചണിൽ ഞാൻ അവളെ തറയിൽ ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഇനി അങ്ങനെ അവളെ ഉറക്കം എണീറ്റ് വന്നപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയല്ലോ. അന്നേരം ഞാൻ പിന്നെ ഒരുപാട് സമയം എടുത്തു കേട്ടോ. എനിക്കൊന്ന് ഏകദേശം ഇപ്പോൾ ഒരു 5 മണി 5:30 കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ഞങ്ങളെ അവിടെ കൗണ്ടർ ടോപ്പിൽ ഇരുത്തിയിട്ട് ഞാൻ ഒന്നും തൊടരുത്, അവിടെ മറ്റേ ചായപ്പൊടിയും അതും ഇതൊക്കെ ഗ്ലാസ്സിലാണ് വെച്ചിരിക്കും. അപ്പോൾ ഞാൻ അതൊന്നും തൊടരുതെന്നൊക്കെ പറഞ്ഞൊക്കെ കൊടുക്കുക. എന്നിട്ട് ഞാൻ തനുക്കുട്ടിക്ക് രാത്രിത്തേക്ക് ഓട്സ് ആട്ടോ, ഓട്സും വെജിറ്റബിൾ ഓട്സാണ് പ്ലാൻ ചെയ്യണത്. അപ്പം ഞാനത് ക്യാരറ്റും കുക്കറിൽ അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ അതാക്കി റെഡിയാക്കി വെച്ചിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ കളിച്ചിട്ടൊക്കെ വന്ന് കഴിഞ്ഞിട്ട് പിന്നെ ലാസ്റ്റ് പാല് കുറച്ചൊഴിച്ച് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി, സാധനം സെറ്റായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതൊക്കെ അങ്ങോട്ട് ആദ്യം എല്ലാം റെഡിയാക്കി വെക്കാൻ വിചാരിച്ചു. അതിനിടയ്ക്ക് ഞാൻ അവൾക്ക് എന്തോ ഒരു സ്നാക്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്തോന്നാണ് കൊടുക്കണതെന്ന് എനിക്കൊരു പിടിയില്ല. എനിക്ക് തോന്നുന്നു പൊറാട്ടയാണ് കൊടുക്കണം. ഈ പൊറാട്ടയാണ് ഞാൻ കൊടുക്കുന്നത്. ഒരു പൊറാട്ട ലാസ്റ്റ് ബാക്കി ഉണ്ടായിരുന്നു, അപ്പോൾ അതങ്ങ് കൊടുത്ത് തീർക്കാമെന്ന് വിചാരിച്ചോളൂ. വയറ് നിറഞ്ഞിരിക്കും കേട്ടോ. കാരണം അല്ലെങ്കിൽ അവിടെ പോയിട്ട് ഭയങ്കര വിശപ്പായിരിക്കും അവൾക്ക്. അതുകൊണ്ട് ഞാൻ പിന്നെ ഒരു പൊറാട്ട കൊടുത്തിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ഓട്സും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് ഒന്നുമില്ല, കുക്കറിൽ വെച്ചിട്ട് ഞാൻ നേരെ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് തനുക്കുട്ടീനെ ഡ്രസ്സ് ചെയ്ത് പാർക്കിൽ പോകാമെന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ പിന്നെ തനുക്കുട്ടിയുടെ ഫ്രണ്ട് ഉണ്ടല്ലോ, അമ്മായിയുടെ അമ്മ വിളിച്ച് പറഞ്ഞു അമ്മായ പൂളിലുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തനുക്കുട്ടീനെ അവിടെ കൊണ്ടുപോകണമെങ്കിൽ തനുക്കുട്ടി അമ്മായ പൂളിൽ ഇറങ്ങണ കണ്ടു കഴിഞ്ഞാൽ തനുക്കുട്ടിക്ക് ഇറങ്ങണമെന്ന് വിചാരിക്കും. പക്ഷെ തനുക്കുട്ടി ആദ്യം ഇറങ്ങാനൊക്കെ ഇൻട്രസ്റ്റ് കാണിച്ചെങ്കിലും അവൾക്ക് നടുക്കോട്ട് പോകണം. പക്ഷെ എനിക്ക് ഇറങ്ങാൻ പറ്റൂല. ഞാനും ഇറങ്ങിയാൽ മാത്രമേ അവളെ അങ്ങോട്ട് നടുക്കോട്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റൂ. എനിക്ക് ഡേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇറങ്ങാൻ പറ്റൂല. അപ്പോൾ ഒരു തവണ ഇതിനു മുമ്പ് ഇതുപോലെ അവൾ കാണിച്ചു കേട്ടോ, ഭയങ്കര ബഹളമൊക്കെ കാണിച്ചു. അപ്പോൾ പിന്നെ ഞാനും സ്ട്രീം പ്ലാൻ ചെയ്തു, ഇനി സാറ്റർഡേ സൺഡേ മാത്രമേ നമ്മളെ ഫുൾ ഡേ ഉള്ളൂ എന്ന് വിചാരിച്ചു. നമ്മൾ രണ്ടുപേരും ഞാനും ഇറങ്ങിയാലും ശരിയാവത്തുള്ളൂ, അല്ലെങ്കിൽ അവൾ നിൽക്കത്തില്ല കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ അതൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോന്നു കേട്ടോ. വീട്ടിൽ പെട്ടെന്ന് തന്നെ വന്നു. ഹലോ, ഞാൻ പിന്നെയും തനിക്കുട്ടിയെ കൊണ്ട് നമ്മുടെ ക്ലബ് ഹൗസിലേക്ക് പോവാണ്. അവള് പൂളിലൊട്ടും ഇരിക്കുന്നുണ്ടായിരുന്നില്ല, പിന്നെ ഞാനും നനഞ്ഞു. അവള് പൂളിലൊട്ടും ഇരിക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ഞാനും എൻ്റെ ഷോർട്സൊക്കെ നനഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇനി ഇവളെ കൊണ്ട് ഇനി ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഇവളെ പൂളിൽ കൊണ്ടുപോയിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ അവള് വേസ്റ്റ്, അവള് വെറുതെ കിടന്ന് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അവിടെ അങ്ങനെ നമ്മള് പ്ലേ ഏരിയയിലോട്ട് പോവാട്ടോ. ഇതാണ് രാത്രിയുള്ള സീൻ കേട്ടോ. ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഈ കാണുന്നത് കിഡ്സ് പൂളാട്ടോ. ഈ കാണുന്നത് കിഡ്സ് പൂളാണ്.
പിന്നെ ഇതേ നമുക്ക് ഇനി കാണാൻ പോകുന്നത് അഡൽട്സിന്റെ പൂളാണ്. അതുപോലെ വലിയ കുട്ടികളെ ഇറക്കാം, നമ്മൾ തന്നീനെയൊക്കെ വലിയ പൂളിൽ ഇറക്കാം, നമ്മൾ പാരൻസ് ഇറങ്ങണമെങ്കിൽ അവൾക്ക് ഇറക്കാം. പിന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താ ഇനി ഒരു പൂളും കൂടെ കാണാൻ പറ്റും കേട്ടോ. ഇത് വലിയ പൂളാട്ടോ, ഇതും വലിയ പൂളാണ്. ഇനി വരുന്ന പൂള് പാർട്ടി പൂളം കണ്ടാണ്, പക്ഷെ അത് ഇതുവരെയ്ക്കും ഫില്ല് ചെയ്തിട്ടില്ല. അതെ ഈ കാണുന്നുണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് കണ്ടോ, ഇത് വലിയ പൂളാട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ, കാരണം ഇവിടെ വെള്ളത്തിന് ഭയങ്കര ഇഷ്യൂ ഉള്ളത് കൊണ്ട് പാർട്ടി പൂൾ ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല കേട്ടോ. ഇത് ബാഡ്മിൻ്റൺ കോർട്ടാണ്. നല്ല രസമാട്ടോ ഇവിടെ. ഇനി ഇവിടെ കഫറ്റീരിയയും കാര്യങ്ങളൊക്കെ വരാനുണ്ട്, അപ്പോൾ നല്ല രസമാണ്. ഇപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ എല്ലാവരും ഇതിൻ്റെ ഉള്ളിൽ തന്നെ കേട്ടോ, നല്ല തിരക്കാണ് ഇതിൻ്റെ ഉള്ളിൽ. ഇത് നമ്മൾ മേളിലേക്ക് പോകുന്നത്, നമ്മുടെ ഇവിടെ ഒരു ബോക്സിങ് ഏരിയ ഉണ്ട്, കിക്ക് ബോക്സിങ് ഏരിയ ഉണ്ട്, പിന്നെ ഒരു ഡാൻസ് റൂമുണ്ട്, ജിമ്മൊക്കെ താഴെ കേട്ടോ, ജിമ്മൊക്കെ താഴെയാണ്. ഡാൻസ് റൂമുണ്ട്, മ്യൂസിക് റൂമുണ്ട്, പിന്നെ കിഡ്സിൻ്റെ ഒരു പ്ലേ ഏരിയ വരുന്നുണ്ട്. നല്ല രസമാണ്, എല്ലാവരും ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെയാണ്. പക്ഷേ കിക്ക് ബോക്സിങ്ങിൻ്റെ ട്രെയിനറും കാര്യങ്ങളൊക്കെ വന്നാൽ മാത്രമേ ഇതൊക്കെ ഓപ്പൺ ആവുള്ളൂ കേട്ടോ. ഡാൻസ് റൂമിൻ്റെ ആണെങ്കിലും, ഡാൻസ് റൂമിൻ്റെ കാര്യം അറിയില്ല, പക്ഷെ ഡാൻസ് റൂം കണ്ടിട്ട് ഭയങ്കര രസമായിട്ടുണ്ട്, നല്ല രസമായിട്ട്. ജുംബ ക്ലാസ് ഒക്കെ എടുക്കാം. പൊടി സ്റ്റുഡിയോ കേട്ടോ. ഇതാണ് കിഡ്സ് പ്ലേ ഏരിയ. ഇവിടുത്തെ ഇത്രയേ ഉള്ളൂ കേട്ടോ, ഇത്ര ചെറുതാണ്. അവരുടെ ഔട്ട്ഡോർ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും, നല്ല വലുതല്ലേ, ഇത് ചെറുതാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഗെയിംസ് ഒക്കെ ഉണ്ട്, ചെസ് കളിക്കുന്നുണ്ട്, ക്യാരംസ് ഉണ്ട്, ടേബിൾ ടെന്നീസ് ഉണ്ട്, അങ്ങനെ വീഡിയോ ഗെയിംസ് ഉണ്ട്, വെറൈറ്റി ഓഫ് ഗെയിംസ് ഒക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട് കേട്ടോ. ഞാനും ശ്രീ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, കിക്ക് ബോക്സിങ് ഇവിടെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ ഞാനും ശ്രീയും കപ്പിളായിട്ട് പോകാൻ പറ്റുമെങ്കിൽ ഇവിടെ കയറും എന്നൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ദീ നിൽക്കുന്നത് എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആട്ടോ. എനിക്ക് ഗൈസ് എൻ്റെ ഒരു കൊച്ചു സബ്സ്ക്രൈബറിനെ ഞാൻ കണ്ടു, ഒരു കുഞ്ഞു കുട്ടി. അതെന്താ വെച്ചാൽ ഞാനൊരു തവണ ഡാൻസ് വീഡിയോ എടുക്കുന്നത് അവിടെ വെച്ച് കണ്ടായിരുന്നു കേട്ടോ. അന്നേരം എൻ്റെ അടുത്ത് ചോദിച്ചിട്ടൊക്കെ പോയി ചാനലിൻ്റെ പേരൊക്കെ, പക്ഷെ ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല അവൻ എന്നോട് ഇങ്ങോട്ട് വന്ന് ഇപ്പോൾ പേരൊക്കെ. അപ്പോൾ എനിക്ക് സംശയം, ചുമ്മാ പറയുന്നത് വെച്ചപ്പോൾ എൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു ഓർമ്മ പൂജയല്ലേ എന്നൊക്കെ ചോദിച്ചു. എനിക്ക് ഭയങ്കര സന്തോഷമായി. അതൊരു ചെറിയ കൊച്ചാട്ടോ, അതായത് എനിക്കൊന്ന് എത്രാം ക്ലാസ്സിൽ പഠിക്കണമെന്ന് അറിഞ്ഞുകൊണ്ട്, പക്ഷെ ഒരു ചെറിയ കൊച്ചാണ്. എന്തായാലും അടിപൊളി സംഭവം, ഞെട്ടിച്ച് കളഞ്ഞു. ഇനി നമ്മൾ സബ്ജി മേടിക്കാനായിട്ട് പോവാം കേട്ടോ. നമ്മൾ ഇന്ന് മൺഡേ ആണ്, ഇന്ന് സബ്ജി ഉണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് മല്ലിയിലയും മാങ്ങയും മേടിക്കണമായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ പോവുകയാണേ. पालक दे दो। हाँ बस बस बस, और धनिया पत्ता भी चाहिए। हाँ धनिया पत्ता कितना? 20। ഇതേ നമ്മൾ മല്ലിയിലയും മേടിച്ചു, പാലക്ക് മേടിച്ചിട്ട് ഇതേ നമ്മുടെ ഫ്രൂട്ട്സ് കടയിലേക്ക് വന്നിട്ടുണ്ട്. അതെ എപ്പോഴത്തേം പോലെ നമ്മൾ മാങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് പഴം, റോബസ്റ്റ പഴം കേട്ടോ, തനിക്കുട്ടിക്ക് പാൻ കേക്ക് ഉണ്ടാക്കാനും അല്ലാണ്ട് നമുക്ക് കഴിക്കാനൊക്കെ ആയിട്ട്. പിന്നെ ഇത് നമ്മുടെ മസ്ക് മെലൺ കേട്ടോ, മസ്ക് മെലണിൻ്റെ വേറൊരു വെറൈറ്റി എന്തോ ഒരു സംഭവമാണ്, നല്ല ടേസ്റ്റ് കേട്ടോ. ശരിക്കും ഒരു തവണ ഇത് ഞാൻ അടിച്ചപ്പോഴത്തേന് പിസ്ത കളറിലൊക്കെയാണ് വന്നത്, എനിക്ക് അറിഞ്ഞൂടത് എന്താണ്, പക്ഷെ ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ മേടിക്കാറുണ്ട് കേട്ടോ.
ഇത് സബ്ജിയൊക്കെ മേടിച്ചിട്ട് വന്നു. നമ്മുടെ തനിക്കുട്ടിക്ക് ഞാൻ ഓട്സ് കൊടുത്തിട്ടുണ്ടായിരുന്നേ, അതാ ഞാൻ ഡ്രസ്സൊക്കെ ഊരിയത്. അതൊന്നും കാണിക്കാൻ പറ്റിയില്ല ഗൈസ്. ഓട്സൊക്കെ കൊടുത്തു. എന്നിട്ട് ഇതേ ഞാനിങ്ങനെ കിടക്കുകയാണ്. ഞാനും ശ്രീയും കൂടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വിചാരിച്ചത് അയ്യോ ഡേ ഇൻ മൈ ലൈഫ് നടക്കുവാണല്ലോ, മറന്നുപോയി ഡേ ഇൻ മൈ ലൈഫിൻ്റെ കാര്യം. അപ്പം ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ് കഴിഞ്ഞു. ഇനി ഇത് കഴിഞ്ഞ് തനിക്കുട്ടി ഒന്ന് മേല് കഴുകിയിട്ട് ഉറക്കാനായിട്ട് പോവാട്ടോ. അപ്പം വരുന്നില്ല ഗൈസ്, ടാറ്റാ ബൈ. എന്തോ കാണിക്കുന്നേ? അപ്പൊ എന്തോ പറയണേ? അങ്ങനെ പറയണത് എന്താ കാണിക്കുന്നത്?